ഈ സംഭവം വിളവെടുത്ത് കഴിഞ്ഞ് സാമ്പാർ വയ്ക്കാൻ കിടിലന. അമ്മക്കിളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് മക്കൾമാരെല്ലാവരും അമ്മക്കിളിയോട് കൂട്ടുകൂടണം, മറന്നു പോകരുത്. തിരിച്ചും അമ്മക്കിളി പറയത്തില്ല കേട്ടോ. ഇന്നത്തെ അമ്മക്കിളിയുടെ വീഡിയോ എന്താണെന്നറിയാമോ? അമ്മക്കിളി ഇന്ന് നട്ടു വയ്ക്കാൻ പോവാണ്. ഇതെന്താ സംഭവം എന്നറിയാമോ? ഇത് ടർണിപ്പ്, അതായത് ഇനി മലയാളത്തിൽ എന്താ പറയുന്നത് അറിയത്തില്ല, ഇംഗ്ലീഷിൽ ടർണിപ്പ് എന്നാണ്. ഇത് വെള്ളയുണ്ട്, ചുമന്നുണ്ട്, ഇത് ഏതാണെന്ന് പക്ഷേ അറിയത്തില്ല. വിത്ത് ഇട്ട് വെച്ചതാണിപ്പം. ഇതിപ്പോൾ ക്ലൈമറ്റ് ഇച്ചിരി തണുപ്പുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇത് നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ വളരുന്ന സംഭവമാണ്. ഇത് ഏറ്റവും നല്ലതാണ് കേട്ടോ. തൊണ്ടയ്ക്ക് നല്ലതാണെന്നാണ് പറയുന്നത്. തൊണ്ടയ്ക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജലദോഷമൊക്കെ എപ്പോഴും ഉണ്ടാകുന്നവർക്ക് ഇത് പച്ചയ്ക്ക് തിന്നും. കുരുമുളക് ഉപ്പ് ഇട്ടിട്ട് മുറിച്ച് തിന്നും. ഇവിടെ പീസ വാങ്ങിച്ചാലും എന്ത് സാധനം വാങ്ങിച്ചാലും അതിൻ്റെ കൂടെ നമുക്ക് ഉള്ളിയൊക്കെ തരത്തില്ല, ഉള്ളിയും പച്ചമുളകും ഒക്കെ തരത്തില്ല. അതിൻ്റെ കൂടെ ഈ ടർണിപ്പും പിന്നെ സബോളയും ഒക്കെ ഇട്ട് ക്യാബേജൊക്കെ ഇട്ടാണ് നമുക്ക് അതിൻ്റെ കൂടെ തിന്നാൻ തരുന്നത്. പക്ഷേ ഇതിനൊരു ക്രാണമുണ്ട് കേട്ടോ. അത് കഴിക്കുമ്പോൾ അങ്ങ് എരിയുന്ന മാതിരി തോന്നും. പക്ഷേ കുരുമുളക് ഉപ്പ് ഇട്ട് കഴിക്കുമ്പോൾ കിടിലന ആ സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ തൈ ഞാനിന്ന് അങ്ങോട്ട് നടാൻ പോവാണ്. ഇതിന് തമിഴിൽ പറയുന്നത് മുള്ളങ്കി എന്നാണ്. സാമ്പാർ വയ്ക്കാൻ നല്ലതാണ്. പക്ഷേ അതിനൊരു മണം വരും. പക്ഷേ ഞങ്ങൾ വഴറ്റിയിട്ടാണ് അതിടുന്നത്. വഴറ്റിയിട്ടിടുമ്പോൾ കുറച്ചൊക്കെ സ്മെല്ല് മാറി കിട്ടും. പക്ഷേ നമ്മുടെ ശരീരത്തിന് നല്ലൊരു സംഭവമാണിത്. പച്ചയ്ക്കും തിന്നാം. മുള്ളങ്കി സാമ്പാർ, മുള്ളങ്കി തോരൻ, ആ ഒരു സ്മെല്ല് വരുമെന്നേ ഉള്ളൂ. ചിലർക്ക് ആ സ്മെല്ല് ഇഷ്ടപ്പെടത്തില്ല, പക്ഷേ ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ ഇതൊന്ന് അങ്ങോട്ട് നടാനുള്ള ഒരു പരിപാടിയാണ് നമുക്ക് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഗാർഡൻ ഒന്നും നീ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. കുറച്ച് വളം കൊണ്ട് അങ്ങോട്ട് തട്ടിയതേ ഉള്ളൂ. കുറച്ച് ഇനി മണ്ണൂടെ തട്ടി വിടണം. പക്ഷെ അതിന് മുമ്പ് ഇപ്പോൾ ഈ തൈ അങ്ങ് ഇപ്പോൾ ഈ ക്ലൈമറ്റിന് കറക്റ്റായിരിക്കും വിചാരിച്ചാൽ അങ്ങ് നട്ടേക്കാന്ന് വിചാരിച്ചാൽ ഒരു സൈഡിലോട്ട് നീക്കി അങ്ങ് നട്ടേക്കാം. ഇവിടെ പിന്നെ നമുക്ക് മണ്ണിടുമ്പോൾ അതിനനുസരിച്ച് അങ്ങോട്ട് ഇട്ടാൽ മതി. ഇവിടെ ഇപ്പം പുതിന കിളിച്ച് വരുന്നുണ്ടോ, തന്നെ കിളിച്ച് വന്നോളൂ. നമ്മളൊന്നും ചെയ്യേണ്ട, ഓരോ വർഷം തന്നെ കിളിച്ച് വന്നോളൂ. അപ്പോൾ ഈ സൈഡിലോട്ട് ഞാനിപ്പോൾ ഒരു 10 തൈ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് അങ്ങോട്ട് ഇടാൻ പോവാണ്. ഇട്ടിട്ട് നമുക്ക് നോക്കാം എങ്ങനെ വരുന്നുള്ളത്. എന്നിട്ട് വിളവെടുക്കും പറയാം കേട്ടോ. എന്തായാലും ഇതിൽ ഒരു പൂവ് മാതിരി വരും. ആ സംഭവം വരുമ്പോഴാണ് നമ്മൾ വിളവെടുക്കുന്നത്. ഇതിന് ഞാൻ ഇതുവരെ നട്ടിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് നടുന്നത് മക്കളി. അതുകൊണ്ട് ട്രൈ ചെയ്യുവാണ്. പരീക്ഷണം വിജയിക്കുമെന്ന് വിശ്വസിച്ചിട്ട് നടാൻ പോകാം കേട്ടോ. ഇപ്പോൾ ഞാൻ കുറച്ച് മണ്ണും കുറച്ച് വളം കൂടി ഇവിടോട്ട് അങ്ങോട്ട് ഇടട്ടെ. ഇത് കുറച്ചുകൂടെ ഹൈറ്റ് കൊണ്ടുവരണം. ഇനി മണ്ണ് കുറച്ചുകൂടെ നികത്തി കുറച്ചുകൂടെ മേലോട്ട് കൊണ്ടുവരണം. കുറച്ച് കഴിഞ്ഞ വർഷം കുറച്ച് മണ്ണ് ഇട്ടുള്ളൂ. അപ്പോൾ അതിനാണ് ഈ പ്രാവശ്യം കുറേ വളം കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. റോഡിൽ മണ്ണ് കിടപ്പുണ്ട്. സമയം കിട്ടിയില്ല ഇങ്ങോട്ട് കൊണ്ട് നിറക്കാൻ. അത് ഇപ്പോൾ ഇറക്കി വിടണം. എന്നിട്ട് നമുക്കിപ്പോൾ ഇത് നടട്ടെ മക്കളെ. മണ്ണും വളവും കൂടി ഇത്രയും കൂടെ നിട്ടു. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ലെവലാക്കാം കേട്ടോ. ബ്രക്കോളി വിത്ത് എടുക്കുമ്പോൾ പാറ്റി പറക്കത്തില്ലേ, അത് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. അന്നേരം ഇങ്ങോട്ട് ചുമ്മാതെ പാറ്റി ഇട്ടതാണ്. അത് നല്ല കിളിച്ചു വന്നു. അപ്പോൾ ഇതിനും വലുതാകാതെ നമുക്ക് അവിടോട്ട് മണ്ണിടാനൊക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സൈഡിൽ അങ്ങോട്ട് അതൊരു 10 തയ്യേ ഉള്ളൂ. അതിന് വലിയ സ്ഥലം വേണ്ട. അങ്ങോട്ട് നടാൻ പോവാണേ. ഇത് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ ഇച്ചിരി വളവും ചാണകപ്പൊടി എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് കുഴിയും കുത്തി ആ കുഴിക്കകത്തോട്ട് നമുക്കിനി ഓരോന്ന് കൊണ്ടുപോയി അങ്ങോട്ട് നടണം. ഇത് വെള്ള കളറാകട്ടോ. വെള്ള കളർ. അതിൻ്റെ ഇതിങ്ങനെ പറിച്ചെടുക്കും മേളിൽ ഇങ്ങനെ വെള്ള കളർ കാണുന്നുണ്ട്. അപ്പോൾ ഇത് വെള്ളയാണ്. 3 തൈ ഉണ്ട് ഒരു ഇതിനകത്ത്. 1 2 3, ഇതിൽ 2 ഉണ്ട്. അപ്പോൾ 2 ഉണ്ട്. അപ്പം 6 8 തൈ ഉണ്ട്. അപ്പോൾ അതങ്ങോട്ട് നമുക്കിപ്പോൾ നടാം കേട്ടോ. നമുക്ക് നോക്കാം. ഓരോന്നും ഇങ്ങനെ അങ്ങോട്ട് വെക്കാം. വേരോടുകൂടി വെച്ചാൽ ചടവോടോന്ന് അതിന് കിളിച്ച് വരും. 8 9 എണ്ണം ഉണ്ട്. ഒരെണ്ണത്തിനകത്ത് 4 തൈ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു സന്തോഷം. ഉള്ളെങ്കിൽ ഇതുവരെയ്ക്ക് ഞാൻ ചെയ്തിട്ടില്ല, കൃഷി ചെയ്തിട്ടില്ല. നോക്കാം അതിൻ്റെ വളവും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുമെന്ന്. പക്ഷെ നല്ല കറി കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ വെക്കും. അതുകൊണ്ട് ടേസ്റ്റിനെ പറ്റിയൊക്കെ എനിക്കറിയാം. ബാക്കി പിന്നെ ഉള്ളത് അപ്പം സംഭവം ഇപ്പം റെഡിയായി. ഇതൊന്ന് നടട്ടെ മക്കളെ. അപ്പം നമ്മുടെ മുള്ളങ്ങി നട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതിനി വളർന്നു വരട്ടെ എന്ന് നമുക്കങ്ങനെ ആഗ്രഹിച്ച് കൊതിച്ചിരിക്കാം. മുള്ളങ്ങി കൃഷിയുടെ വിളവെടുക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഇതാണ് അമ്മക്കിളിയുടെ ഇന്നത്തെ വീഡിയോ. ഇത് വിളവെടുക്കാൻ കുറഞ്ഞത് 3 മാസം ആകുമെന്നാണ് തോന്നുന്നത്. അതിനെ അല്ലെങ്കിൽ ഞാൻ ആരോടെങ്കിലും ചോദിക്കണം, അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കണം. നമ്മുടെ മുള്ളങ്ങിയെല്ലാം നട്ട് കഴിഞ്ഞു. എങ്കിൽ നല്ല വെയിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്താ ഇതെന്നറിയാമോ, ഡയറക്റ്റ് വെയിലടിക്കട്ടെ. നട്ടതല്ലേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റെ മേളിൽ 2 പലക എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നാളെ നമുക്ക് ഓപ്പൺ ചെയ്ത് വിട്ടാൽ മതി. ഡയറക്റ്റാണ് വെച്ച ഉടനെ അങ്ങോട്ട് വെയിലടിച്ച് കഴിഞ്ഞാലേ വലിയ പാടാണ്. പിന്നെ നമുക്ക് കിളിച്ച് കിട്ടാൻ പാടാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. നാളെ രാവിലെ അല്ലെ നാളെ ഉച്ചയ്ക്ക് വൈകുന്നേരം അങ്ങ് എടുത്ത് വിട്ടാൽ അപ്പോൾ ഒന്ന് പിടിച്ച് കിട്ടിക്കോളും. അപ്പോൾ ഇതാണ് നമുക്കിപ്പോൾ ചെയ്തത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ അമ്മക്കളുടെ വീഡിയോ. അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നിങ്ങളെല്ലാവരും അമ്മക്കളെ പ്രതീക്ഷിച്ചിരിക്കണം കേട്ടോ മക്കളെ.